ശ്രീത്തെ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനം കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ കരട് പട്ടിക പുറത്തിറക്കിയിട്ടുണ്ട്. ആ പട്ടികയ്ക്കെതിരെ വലിയ ആക്ഷേപമാണ് BJPയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഉന്നയിക്കുന്നത്. കാരണം പലപ്പോഴും ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ പോലും പരിഗണിക്കാതെയാണ് വാർഡുകൾ വെട്ടിമുറിച്ചിരിക്കുന്നതെന്നുള്ള വലിയ പരാതി വരുന്നുണ്ട്. മിക്കവാറും എല്ലാ നഗരസഭകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കരട് പട്ടികയ്ക്കെതിരെയുള്ള പരാതി വ്യാപകമാകുമ്പോൾ ഇനിയിപ്പോൾ ഈ വാർഡ് വിഭജനം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ, അതോ എന്തെങ്കിലും മാറ്റം വരാനുള്ള സാധ്യതയുണ്ടോ? എന്തായാലും ഇത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടത്താനായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. ആ സമയം കോവിഡ് കാലമായിരുന്നു. പിന്നെ അതിനെ തുടർന്ന് ഗവർണറുടെയൊന്നും അനുവാദം ലഭിച്ചില്ല. പിന്നീട് അത് നടന്നിട്ടില്ല. എന്തായാലും അപ്പോഴും നമുക്ക് പഴയ രീതിയിലേക്ക് പോയി 2019 ഇലക്ഷനിൽ CPM വലിയ രീതിയിൽ പരാജയപ്പെട്ടിരുന്നു. അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPMന് വളരെ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഒരു കനൽത്തരി മാത്രമായി ചുരുങ്ങിയിട്ടും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നു. ആ വിജയം തന്നെ CPMന് 2021 ആവർത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അധികാരത്തിൽ വീണ്ടും മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ എത്താൻ കഴിഞ്ഞു. ആ സാഹചര്യം തന്നെ വീണ്ടും ക്രിയേറ്റ് ചെയ്യാനാണ് CPMൻ്റെ ശ്രമം. കാരണം ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പരാജയമായി. ഒരു തരി വീണ്ടും അത് ആലത്തൂരിലേക്ക് മാറുകയായി. അതിനാൽ തന്നെ വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയം നേടി പിന്നീടും അടുത്ത് വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കാനാണ് CPMൻ്റെ ശ്രമം. അതിനനുകൂലമായ ഒരു വിഭജനമാണ് ഉണ്ടായിരിക്കുന്നത്. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ കൂടുതൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള BJP ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ വിജയിച്ചു നിൽക്കുന്ന വാർഡുകളെ പൂർണ്ണമായി തന്നെ വിഭജിക്കുകയുമാണ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തിരുവനന്തപുരമാണ്. വർഷങ്ങളായി തന്നെ BJP പറയുന്നൊരു സ്ഥലമാണ്. തങ്ങൾ അധികാരത്തിൽ വരുമെന്ന് വിശ്വസിക്കുകയും അതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. അത് അവർ പറയുന്നത് ഒരു പരിധിവരെ ശരിയാണ്. 2015 തെരഞ്ഞെടുപ്പിൽ അവർക്ക് 35 സീറ്റ് നേടിയിരുന്നു. അന്ന് CPMന് 43, BJPക്ക് 35. അന്ന് കോൺഗ്രസ് 17 ആ തരത്തിലായിരുന്നു. മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ്. 2020 വരുമ്പോഴും അത്തരത്തിലാണ്. അന്ന് CPM വളരെ മുന്നോട്ട് പോയി. അന്ന് 50 കടക്കുന്ന സാഹചര്യമുണ്ടായി. BJP പഴയപടി 35 സീറ്റ് നിലനിർത്തി. അന്ന് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിന് അന്ന് വെറും 10 സീറ്റാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു CPMൻ്റെ കയ്യിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നാം നോക്കുകയാണെങ്കിൽ കോർപ്പറേഷനിൽ പൂർണ്ണമായി തന്നെ BJPയുടെ മുന്നേറ്റമാണ്. അത് ഈ തവണയും ഉണ്ടായിട്ടുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ നിന്നപ്പോഴും BJPക്ക് മുന്നേറാൻ അവിടെ സാധിച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുകയാണെങ്കിൽ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാനുള്ള അവസരം കൈവന്നിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ വിഭജനം ഉണ്ടായത്. ഈ വിഭജനം ഇപ്പോൾ നേരിട്ട് ബാധിച്ചിരിക്കുന്നത് കോൺഗ്രസിനെയും അതോടൊപ്പം തന്നെ BJPയുമാണ്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടികൾ ഈ വിഭജനത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അവർ പ്രതിഷേധങ്ങൾ ഉൾപ്പെടെയുള്ള സംഘടിപ്പിക്കാനുള്ള രീതിയിലേക്ക് മാറുകയാണ്. അതിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ 3 പ്രതിനിധികൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിന് 10ൽ 3 പ്രതിനിധികൾ ഉണ്ടായിരുന്ന വാർഡുകളാണ് ഇപ്പോൾ വിഭജിച്ചിരിക്കുന്നത്. ആകെ 10 പേരേ ഉള്ളൂ. അതിൽ 3 വാർഡുകൾ വിഭജിച്ച് മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ BJPയിൽ വിജയിച്ച 2 വാർഡുകളും ഒഴിവാക്കിയിട്ടുണ്ട്. CPMൻ്റെ 1, CPIയുടെ 1, INL CPIയുടെ ഘടകകക്ഷിയാണ്, അറിയാമായിരിക്കും. മന്ത്രിയെല്ലാം അഹമ്മദ് ദേഗർ കോവിൽ അദ്ദേഹമെല്ലാം ഉണ്ടായിരുന്ന ആ പാർട്ടിയിൽ വിജയിച്ച ഒരു സീറ്റുമടക്കം INL അടക്കം ഒഴിവാക്കിയിട്ടുണ്ട്. 8 സീറ്റുകൾ ഒഴിവാക്കിയപ്പോൾ 9 സീറ്റുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴക്കൂട്ടമാണ്. കഴക്കൂട്ടം തിരുവനന്തപുരം ജില്ലയിൽ CPMന് വളരെ വലിയ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കഴക്കൂട്ട മണ്ഡലം. കടകംപള്ളി ഉൾപ്പെടെയുള്ള സുരേന്ദ്രൻ അടക്കമുള്ളവർ വിജയിച്ചു കയറുന്നു. അദ്ദേഹം അവസാന ഘട്ടത്തിൽ വിജയിച്ച് 20,000-ലധികം വോട്ട് വാങ്ങിയാണ്
ശോഭാ സുരേന്ദ്രനെ വലിയ രീതിയിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് അവിടെ MLA ആയി തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ അതാണ് ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ പുതുതായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്നാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാവും CPM അനുകൂലമായ ഒരു വിഭജനമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന്. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഒഴിവാക്കിയത് തിരുവനന്തപുരം മണ്ഡലത്തിലാണ്. തിരുവനന്തപുരം മണ്ഡലം കോൺഗ്രസിന് ശക്തിയുള്ള ഒരു സ്ഥലമാണ്. ശിവകുമാറിന്റെ മണ്ഡലമായിരുന്നു. ശിവകുമാർ അറിയാമല്ലോ, ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. തിരുവനന്തപുരത്ത് ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു. കോൺഗ്രസിന്റെ ഒരു പ്രധാന മുഖമാണ്. അദ്ദേഹം മത്സരിച്ചിരുന്ന വാർഡാണ്. അതിന്റെ സ്വാധീനവും അവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ ആന്റണി രാജു 1000 വോട്ടിന് വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കാരണം ശിവകുമാറിനെതിരെയല്ല, ആ ഇടത്തന്ന് കൃഷ്ണകുമാറാണ് മത്സരിക്കുന്നത്, ചലച്ചിത്ര താരം. ഇപ്പം ജോണേട്ടന്റെ മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ളത് കൃഷ്ണകുമാർ. ആ കൃഷ്ണകുമാറാണ് മത്സരിച്ച. അദ്ദേഹത്തിന് അവിടെ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അതിനാൽ തന്നെ ആ തിരുവനന്തപുരം മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വോട്ടർമാർ BJPക്ക് വോട്ടിടും. അടുത്ത് നിയമസഭ വരുമ്പോൾ ശിവകുമാറിന് വോട്ട് ചെയ്യും. കോർപ്പറേഷൻ വരുമ്പോൾ BJPക്ക് വോട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ ഈ കൃഷ്ണകുമാർ വന്നപ്പോൾ ഈ BJPയോട് താല്പര്യമുള്ള ശിവകുമാറിന് വോട്ടിട്ട ജനങ്ങൾ പൂർണ്ണമായി തന്നെ കൃഷ്ണകുമാറിലേക്ക് മറിയുന്ന സാഹചര്യമുണ്ടായി. അതിനാലാണ് അദ്ദേഹം 1000-2000 വോട്ടിനിടയ്ക്ക് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായി തന്നെ വിഭജനം നടന്നിരിക്കുന്നത്. ഇത് തന്നെയാണ് മറ്റ് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയെങ്കിലും വിഭജനത്തിലൂടെയാണെങ്കിലും വിജയിച്ചു കയറുക, ആ വിജയം തങ്ങളുടെ ഭരണത്തിൻ്റെ മികവ് കൊണ്ടാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അടുത്ത നിയമസഭയിലേക്ക് പോവുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. എന്തായാലും ഭരണവിരുദ്ധ വികാരമെല്ലാം വളരെ ശക്തമായിരിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. അതെ, CPI അംഗങ്ങൾ ജയിച്ചിരുന്ന വാർഡും ഒക്കെ ഇത്തരത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. അത് ഒന്നാണ്. തിരുവനന്തപുരത്ത് ഒരു സീറ്റ് മാത്രം ഒഴിവാക്കിയിട്ടുള്ളൂ, അവർ വിജയിച്ചത്. എന്തായാലും അത് ചിലപ്പോൾ ഏതെങ്കിലും പ്രധാന നേതാവ് വിജയിക്കുന്ന മണ്ഡലമായിരിക്കും. CPI ഒരു തലവേദനയാണല്ലോ. CPM എപ്പോഴും ചില ഘട്ടങ്ങളിൽ തലവേദനയായി മാറാൻ CPIക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും കോർപ്പറേഷനിൽ തലവേദന മാറ്റാൻ വേണ്ടിയാണോ ആ മണ്ഡലത്തിൽ ആ വാർഡിൽ വിഭജനം നടന്നത് എന്ന് സംശയിക്കേണ്ടിരിക്കും. എന്തായാലും വലിയ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് പൂർണ്ണമായി തന്നെ മറികടക്കാനുള്ള ഒരു ശ്രമം ഇതിലൂടെ ഇവർ ശ്രമിക്കുന്നുണ്ട്. കാരണം ഒരു പരിധിവരെ ഉറപ്പായി കഴിഞ്ഞു, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ ഒരു ഉറപ്പായിട്ടുണ്ട്. അതിനാലാണ് ഇനി അവർ തമ്മിലടിച്ച ആ ഉറപ്പ് കൊണ്ട് ചിലപ്പോൾ ആ കോൺഗ്രസിൻ്റെ അകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ട് അധികാരം നഷ്ടമായാലേ ഉള്ളൂ. കാരണം അവിടെ നേതാക്കളുടെ നിര തന്നെ ഉണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി, അല്ലേ? രമേശ് ചെന്നിത്തല, സുധാകരൻ, VD സതീശൻ ഉൾപ്പെടെയുള്ള ഡസൻ കണക്കിന് നേതാക്കൾ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുകയാണ്. 2026 ഞങ്ങൾ അധികാരത്തിൽ വരും, അപ്പോഴേക്കും ആരെ മുഖ്യമന്ത്രിയാകണമെന്ന ചിന്തയാണ് അവിടെ ഉള്ളത്. അത്തരത്തിൽ അവർ തമ്മിലടിക്കാതിരുന്നാൽ അധികാരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു അവസരമാണ്. കാരണം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ വലിയ വിജയങ്ങൾ നേടുന്നു, ലോക്സഭയിൽ വിജയങ്ങൾ നേടുന്നു. അങ്ങനെ കേരളം ഒരു UDFന് അനുകൂലമായ ഒരു അവസ്ഥയാണ്. അതിനെ എങ്ങനെ തടയിടാമെന്ന ചിന്തയും ഈ വാർഡ് വിഭജനത്തിൽ ഇപ്പോൾ വ്യക്തമാകുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും തൃശ്ശൂരും അടക്കമുള്ള കോർപ്പറേഷനുകൾ BJP അധികാരത്തിലെത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത് ശശി തരൂർ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. BJPയുടെ അടുത്ത തന്ത്രം തിരുവനന്തപുരം നഗരസഭ പിടിക്കുക എന്നതാണ്. അതിനുള്ള ശ്രമങ്ങൾ BJP ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് ഇനി കടുക്കും. അവർക്ക് ശക്തിയുള്ള മണ്ഡലങ്ങൾ, വാർഡുകൾ ഉൾപ്പെടെയാണ് വിഭജനം നടത്തിയിരിക്കുന്നത്. ഇത് വലിയ BJPക്കും വലിയ തിരിച്ചടിയാവും. കോൺഗ്രസിന് ഒന്നാതെ തിരുവനന്തപുരത്ത് സീറ്റ് കുറവാണ്. അത് ഈ വിഭജനം കാരണം കൂടുതൽ സീറ്റ് കുറയാനുള്ള സാധ്യതയാണ് കാണുന്നത്.